All of you welcome to An Indian Journey, a visual travelogue. Ilahia College presents An Indian Journey, a visual travelogue. Powered by Madonna Textiles. ഭാരതദർശൻ ഒരാമുഖം. IRCTC സ്വകാര്യ മേഖലയുമായി ചേർന്ന് നടത്തുന്ന ഒരു ടൂർ പ്രോഗ്രാമാണ് ഭാരതദർശൻ. മുൻ മന്ത്രി ലാലു പ്രസാദ് യാദവാണ് ഇതിന് തുടക്കം കുറിച്ചത്. വളരെ ചുരുങ്ങിയ ചെലവിൽ ഇന്ത്യ ആകെ സന്ദർശിക്കാൻ കഴിയുമെന്നതാണ് ഈ ടൂർ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഏകദേശം 12 ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് ഈ ടൂർ പ്രോഗ്രാം. 2ാം ദിവസത്തെ ഗോവൻ സന്ദർശനത്തിന് ശേഷം ഭാരതദർശൻ യാത്ര ഇന്ത്യൻ ജേണിയിലൂടെ വീണ്ടും തുടരുന്നു. രാത്രിയോടെയാണ് ഗോവയിലെ സന്ദർശനം കഴിഞ്ഞ ട്രെയിനിലേക്ക് യാത്രക്കാർ എത്തിയത്. രാജസ്ഥാനിലെ അജ്മീറിലേക്കാണ് ഇനിയുള്ള യാത്ര. യമുന നദിക്ക് മുകളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന അനൗൺസ്മെന്റ് ട്രെയിനിൽ മുഴങ്ങി. രാവിലെ ട്രെയിനിൽ ബ്രേക്ക്ഫാസ്റ്റ് ലഭിച്ചു. സൗത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ കിട്ടിയെന്നത് വലിയ ആശ്വാസം തന്നെ. ഇനി ഫുഡിന്റെ അഭിപ്രായം നമുക്ക് യാത്രക്കാരോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, എങ്ങനെയുണ്ടോ ഫുഡ്? ഹലോ, ഫുഡൊക്കെ നല്ല ചൂടോടുകൂടിയാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവർക്കും ആവശ്യം പോലെ തന്നെ എല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കഴിച്ചിട്ടാണെങ്കിലും ആർക്കും ഒരു പ്രശ്നങ്ങളില്ല. എല്ലാവർക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട് ഫുഡിന്റെ അഭിപ്രായം? അടിപൊളി, പ്രത്യേകിച്ചൊന്നും പറയാനില്ല മോളെ. എല്ലാ നേരം നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ വെള്ളത്തിന്റെ കാര്യം മാത്രമേ ഞങ്ങൾക്കൊരു ടെൻഷനുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഒരു ദിവസം മുഴുവൻ ട്രെയിനിലിരിക്കുന്ന ആലസ്യം മാറ്റുവാൻ ഇടയ്ക്ക് യാത്രക്കാരുടെ കലാപരിപാടികൾ. കൊമ്പിൽ വെളിക്കാക്ക വറ്റുകൾ തേടി പറന്നിറങ്ങി, രാജപ്രതാപം മറന്ന മേത്തന്മണി വാതുറന്നൊച്ചയുണ്ടാക്കാതെ പൊട്ടി ചുറ്റുമോരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. അപ്പങ്ങളെമ്പാടും ഒറ്റക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനക്കായി. ഐസകദീസ പാത്തുമ്മ കാതിയിൽ സുമ്മ, കാതിയിൽ സുമ്മ. ഐസകദീസ പാത്തുമ്മ കാതിയിൽ സുമ്മ, കാതിയിൽ സുമ്മ. ഉന്തല്ലിയും തള്ളല്ലിയും പന്തലുയിനാടും, പന്തലുയിനാടും. ഉന്തല്ലിയും തള്ളല്ലിയും പന്തലുയിനാടും, പന്തലുയിനാടും. കുടിച്ചാൻ കൊടുക്കും ഗ്ലൂക്കോസും വെള്ളം, ഗ്ലൂക്കോസും വെള്ളം. കുടിച്ചാൻ കൊടുക്കും ഗ്ലൂക്കോസും വെള്ളം, ഗ്ലൂക്കോസും വെള്ളം. എന്താണെന്നറിഞ്ഞില്ല, എന്തുകൊണ്ടെന്നറിഞ്ഞില്ല, ആവിയൊന്നില്ല പുട്ടിന്, ആവിയൊന്നില്ല. എന്താണെന്നറിഞ്ഞില്ല, എന്തുകൊണ്ടെന്നറിഞ്ഞില്ല, ആവിയൊന്നില്ല പുട്ടിന്, ആവിയൊന്നില്ല. കള്ളക്കൗമാരം ഒരു വേഗം നീ പോകാം ദൂരേക്കായി, മാനത്തൂടെ പാടും ചെല്ലപ്പക്ഷിക്കൂട്ടമായി.
പോരു പോരു വേഗം നീ പോകാം പോകാം ദൂരേക്കായി മാനത്തോടെ പാടും ചെല്ലപ്പക്ഷിക്കൂട്ടമായി. ഓഹോ ഏഹേ ഓഹോ ഏഹേ കാണാൻ നേരം തമ്മിൽ കാണാൻ മോഹമായി, കാണുന്നേരം തമ്മിൽ ചേർന്നിരിക്കാൻ മോഹം. ഇനി എന്തു വേണമെന്തു പാടും എന്തു നേടുമി വേളയിൽ. ഓയേ രാജസ്ഥാൻ അടുക്കും തോറും ചൂടിന്റെ കടുപ്പം ഏറി വന്നു. അജ്മീറിലെത്തിയ ശേഷം പുഷ്കറിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകാൻ 15 ബസ്സുകൾ റെഡിയായി കിടന്നിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുഷ്കറിലെ ബ്രഹ്മ ടെമ്പിൾ. ക്യാമറ അമ്പലത്തിനകത്ത് അനുവദനീയമല്ലാത്തതിനാൽ അകത്തെ വിഷ്വൽസ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. അമ്പലത്തിലേക്കുള്ള വഴി ഒരു സ്ട്രീറ്റിന് സമാനമാണ്. ഇരുവശങ്ങളിലും ഭക്തരെയും ടൂറിസ്റ്റുകളെയും കാത്ത് നിരവധി കടകൾ. വിശപ്പ് മാറ്റാൻ സംഗീതം വിൽക്കുന്ന ഈ കുട്ടി ഒരു നൊമ്പരമായി മാറുമ്പോൾ തന്നെ കാവ്യ വിറ്റ് ജീവിക്കുന്ന ഇവരോട് പുച്ഛം മാത്രം. ഇത് പുഷ്കർ തടാകം. ഹിന്ദു മിത്തോളജി അനുസരിച്ച് വളരെ പരിശുദ്ധമായ ഒരു തടാകമാണ് പുഷ്കർ. മനുഷ്യനിർമ്മിതമായ ഈ ലേക്കിൽ വെള്ളം എത്തുന്നത് ലൂണി റിവറിൽ നിന്നുമാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇവിടെ തീർത്ഥാടകർ ഏറ്റവും അധികം എത്തുന്നത്. 22 കിലോമീറ്റർ സർഫസ് ഏരിയ ഉള്ള ഈ തടാകത്തിന് സമീപങ്ങളിൽ 500ഓളം ഹിന്ദു ക്ഷേത്രങ്ങളാണുള്ളത്. विलासिनी रस विस्तारिणी सहचरी सुभगयूथ मन भावनी नित्य किशोरी राधा गौरी श्याम प्राण धन अति जिय भोरी करुणा सागर हिय मंगिनी. യാത്ര തുടർന്നു. അജ്മീർ പള്ളി ലക്ഷ്യമാക്കി. അജ്മീർ പള്ളിയിലേക്കുള്ള വഴിക്ക് ഇരുവശവും ചെറുകിട കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഈ ചെറിയ വഴിയിലൂടെ തന്നെയാണ് കാൽനടയാത്രക്കാരും റിക്ഷയും കാറുമൊക്കെ കടന്നു പോകുന്നത്.
ഓക്കെ 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 പള്ളിക്കുള്ളിൽ ക്യാമറ, മൊബൈൽ, ബാഗ് തുടങ്ങിയ വസ്തുക്കളൊന്നും തന്നെ അനുവദനീയമല്ല. ഈ ജനത്തിരക്ക് ഇത് അജ്മീറിന് മാത്രം സ്വന്തം. തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോഴാണ് ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. തല ചെയ്യിക്കാൻ ഒരു വീടില്ലാതെ പ്ലാറ്റ്ഫോം വീടാക്കിയ കുറച്ചാളുകൾ. നോർത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് സ്ഥിരം കാഴ്ചകളിൽ ഒന്ന് മാത്രം. ഇന്ന് കേരള സെഗ്മെന്റ് പറയാൻ പോകുന്നത് നിങ്ങൾക്കേറെ പരിചിതമായ ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഇലവീഴ പുഞ്ചിറയെക്കുറിച്ചാണ്. തൊടുപുഴ കാഞ്ഞാറിൽ നിന്ന് 7 കിലോമീറ്ററാണ് ഇലവീഴ പുഞ്ചിറയിലേക്കുള്ളത്. ദൃശ്യമനോഹാരിത ദൈവം കനിഞ്ഞു നൽകിയ ഈ സ്ഥലം സഞ്ചാരികൾക്ക് ഒരു പറദീസ തന്നെയാണ്. ചൂത് കളിച്ച് രാജ്യം നഷ്ടപ്പെട്ട് വനവാസം ലഭിച്ച പഞ്ചപാണ്ഡവർ താമസിച്ചിരുന്ന സ്ഥലം എന്നൊരൈതിഹ്യവും ഇലവീഴ പുഞ്ചിറയ്ക്കുണ്ട്. ഐതിഹ്യം പറയുന്നത് ഇപ്രകാരം: പാഞ്ചാലി കുളിച്ചിരുന്ന ചിറയായിരുന്നു പൂഞ്ചിറ. ശക്തമായ കാറ്റ് കാരണം ഒരു ഇല പോലും ആ ചിറയിൽ വീണിരുന്നില്ല. അതിനാലാണ് ഇലവീഴ പുഞ്ചിറ എന്ന ഒരു വ്യത്യസ്തമായ പേര് തന്നെ ഈ സ്ഥലത്തിന് ലഭിച്ചത്. കാലമേറെ കഴിഞ്ഞതോടെ ചിറ ഇവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. ഇലവീഴ പൂഞ്ചിറയിൽ വന്ന് നോക്കിയാൽ ഇവിടെ മരങ്ങളൊന്നും തന്നെയില്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സസ്യമാണ് ചുറ്റീന്ത്. ഇതിൻ്റെ ഈ ലീവ്സ് ഇവിടങ്ങളിലുള്ള ആൾക്കാർ വെട്ടിക്കൊണ്ടുപോയി ചൂല് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കും. ഇതുപോലെ ഒരു 100 എണ്ണം വെട്ടിയാലാണ് അവർക്ക് 1 രൂപ കിട്ടുന്നത്.
പ്രകൃതി കനിഞ്ഞു നൽകിയ ഭംഗി അതുതന്നെയാണ് പൂഞ്ചിറയെ ഭൂമിയിലെ സ്വർഗമാക്കുന്നത്. പൂഞ്ചിറ സഞ്ചാരികളെ മാടി വിളിക്കുന്നുണ്ട്, പക്ഷേ കേരള ടൂറിസം വകുപ്പ് ആ ശബ്ദം കേൾക്കുന്നില്ല എന്ന് മാത്രം.